ഈസ്റ്ററൊക്കെ അല്ലേ നമുക്ക് ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കിയാലോ, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാനൊരു 10 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓട്ടുരുളി വെക്കുക, എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നമ്മുടെ സവാളയും കുറച്ച് ഉപ്പിട്ട് വഴറ്റിയെടുത്താൽ മാത്രം പോരാ കേട്ടോ. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എനിക്ക് ഈ ഗ്രേവി ആയിട്ട് ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല, എൻ്റെ കൊച്ചിനും ഇഷ്ടമല്ല, അത്ര തന്നെ. അപ്പോൾ ഞങ്ങളത് ഫ്രൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് ഫ്രൈഡ് ആക്കി എടുക്കണം, അതായത് വറുത്തെടുക്കണം. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും പാടുപെട്ടാലും നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തെടുക്കണം. ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഒന്ന് വറുത്ത്. പിന്നെ അണസാ കുറുസ കണ്ടം ചിരട്ട, അതായത് വെച്ചാൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ ഞാൻ 2 കിലോ ചിക്കനാണ് മേടിച്ചത്. അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തന്തൂരി ചിക്കൻ്റെ മസാലയും കൂടെ പുരട്ടി വെച്ച് വേവിച്ചെടുത്ത ചിക്കനാണ്. വേവിച്ചെടുക്കണേ, കുക്കറിലടിക്കരുത്, പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാവും. അത് കഴിഞ്ഞ് അതും ഫ്രൈ ആക്കിയിടണം. അതൊരു ഡീപ്പ് ഫ്രൈ ആക്കുന്നത് മീഡിയം രീതിയിൽ ഫ്രൈ ആകും, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ അതും തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മൾ നല്ല രീതിയിൽ ആ ഓട്ടുചട്ടി തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതും കണ്ടോ നല്ല രീതിയിൽ, ഒത്തിരി ഡാർക്ക് ആവരുത്, ഒരു മീഡിയം രീതിയിൽ. അത് കോരി മാറ്റിയതിന് ശേഷം അടുത്തത് ഇടുന്നേ. അപ്പോൾ എൻ്റെ ഈ ബിരിയാണിയിലെല്ലാം ഫ്രൈ ചെയ്താട്ടോ ഞാൻ ചെയ്യുന്നത്, കാരണം വെച്ചാൽ എല്ലാം വിട്ടിരിക്കണം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അന്നേരത്തേക്ക് ചിക്കൻ ഫ്രൈ ആയിട്ട് അന്നേരം നമുക്ക് സാലഡ് ഉണ്ടാക്കും. കുറച്ച് സവാളയും മല്ലിയിലയും പിന്നെ ടൊമാറ്റോയും കുക്കുംബറും പച്ചമുളകും, എന്നിട്ട് തൈരിൽ നല്ല പുളിയുള്ള തൈരിലിടുക. എന്നിട്ട് അന്നേരത്തേക്ക് നമുക്ക് ചോറുണ്ടാക്കിയാലോ. അപ്പോൾ ചോറ് അരി അടുപ്പത്തിടുന്ന വെള്ളത്തിനകത്ത് ഇച്ചിരി സൺഫ്ലവർ ഓയിലും ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടുക. ഞാൻ 2 കപ്പ് അരി ഇട്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ 7 മിനിറ്റ്, ചെറിയ അരിയാണ്, നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. വേറെ ഒരു പണിക്ക് പോയാൽ അവിയിൽ പോരാം. എന്നിട്ട് ആ കറക്റ്റ് ഭാഗത്തിന് വാർത്തോളം. അപ്പോൾ നമുക്ക് വേണ്ടത് ചിക്കൻ, മല്ലിയില, അണസാ കുണസാ കണ്ണൻ ചിരട്ട, മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവാള, പൈനാപ്പിള്, ഡാൽഡ, പൈനാപ്പിൾ എസൻസ്, ഇത്രയൊക്കെയാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ട. വേറെ ഒന്നും വേണ്ട, പെട്ടെന്ന് പരിപാടി. അന്നേരത്തേക്ക് നമുക്ക് ദമ്മിട്ടാലോ. അപ്പോൾ ഓരോന്ന് ലെയർ ബൈ അത് ഏത് കൊച്ചു പിള്ളേർക്ക് പറയാം അല്ലേ, ഇങ്ങനെ ലെയർ ബൈ ഇടാനൊക്കെ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അത് വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ ലെയർ ബൈ ഓരോന്ന് ഇട്ടിട്ട് ദമ്മിട്ട് എടുക്കണം. നമ്മൾ സെറ്റായിട്ട് നമ്മൾ ഓരോന്ന് ഞാൻ ഓരോന്ന് ലെയർ ബൈ ഇട്ടെടുക്കുക. എൻ്റെ മമ്മിയുടെ ബിരിയാണി സ്പെഷ്യലായിട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണേ, എന്നാലും അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, ഇതുപോലെ ദമ്മിട്ടെടുത്താൽ നമ്മുടെ ബിരിയാണി റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് ബിരിയാണി. അത് തുറന്നപ്പോൾ ആ ദമ്മിട്ട് ആവിയും കൂടെ കയറിപ്പോൾ എന്താ സ്മെല്ലെന്ന് അറിയാമോ. ഒന്ന് കഴിച്ച് നോക്കണേ ഇങ്ങനെ ബിരിയാണി. എനിക്കിങ്ങനെ ഗ്രേവി ആയിട്ട്, മിക്ക ഹോട്ടലിൽ ചെന്നപ്പോൾ ഈ ഗ്രേവി ആയിട്ട് അട പോലെ എങ്ങനെ ഇരിക്കും കണ്ടോ. ചോറൊക്കെ ഇങ്ങനെ വിട്ടിരിക്കും, ചോറും ബിരിയാണി അതിലിട്ടിരിക്കുന്ന എല്ലാം വിട്ടിരിക്കും. നമുക്ക് പെറുക്കി തിന്നാൻ പാകത്തിന് വിട്ടിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ അട പോലെ ഇരിക്കും. എൻ്റെ കുറേ ഗ്രേവിയും അതിനായി ഭയങ്കര എരിവും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഈസ്റ്റർ. പപ്പടവും അച്ചാറും സർലാസും നമ്മുടെ ബിരിയാണിയും ഒക്കെ കൂട്ടി ഒരു പിടിപിടിക്കണം അല്ലേ. അതിങ്ങ് വാരിയെടുത്ത് അങ്ങനെ ഓരോരോ പീസ് എടുത്തങ്ങ് കഴിക്കണം. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും എൻ്റെ ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും.